ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിത ഐറിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഹൗസ് വാമിങ്ങിന് ഒരാഴ്ച മുന്നത്തെ ഒരുക്കങ്ങളാണ്. കാരണം നമ്മൾ ഹൗസ് വാമിങ്ങിന് ഒരാഴ്ച മുന്നേ മൗലിദ് പാരായണം, ഖുർആൻ ഓതൽ, പിന്നെ ബാങ്ക് വിളി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഉസ്താദന്മാർക്ക് ഫുഡ് കൊടുക്കൽ, അവർക്ക് ക്യാഷ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്. നമ്മൾ ഈ കർട്ടനൊക്കെ കേരളത്തിൽ നിന്നാണ് വാങ്ങിയത്, ആലുവയിൽ. അവിടെ പോയിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. പിന്നെ അധികം ഫർണിഷ്ഡ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഷെൽഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് വിളിക്കുന്ന വീഡിയോ. പിന്നെ നമ്മളിങ്ങനെ പന്തൽ, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 3 ദിവസത്തിന്. നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ കനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഓഫീസിലെ ആൾക്കാരും എൻ്റെ ഹസ്ബൻഡ് KVയിലാണ്, കേന്ദ്ര വിദ്യാലയം, അവരെ കൂടെയുള്ള ടീച്ചേഴ്സ്. പിന്നെ നമ്മൾ മുന്നേ റെൻറ്റിന് താമസിക്കുന്നിടത്ത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. താഴെ മൃതയുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്നു. അതിൽ കുറച്ച് പേരും, പിന്നെ ഹൗസിന് റെൻറ്റിന് താമസിച്ച വീട്ടിൽ പോകുന്നത് എൻ്റെ ഉമ്മ, വാപ്പ, പിന്നെ അനിയൻ. അങ്ങനെ ഹസ്ബൻഡ് ഉമ്മ വരാൻ കപ്പൽ ടിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇതാ സ്റ്റുഡൻസാണ്, ഞാൻ പറഞ്ഞില്ലേ മൃതയുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കോളേജ് സ്റ്റുഡൻസ്, ഗാന്ധിഗ്ര യൂണിവേഴ്സിറ്റിയിലുള്ള അഗ്രികൾച്ചർ സ്റ്റുഡൻസാണ് അവർ. പിന്നെ റിത കുട്ടിക്ക് കുറച്ച് എന്തൊക്കെയോ ഗിഫ്റ്റ്, ചെറിയ കളിക്കാനുള്ളത്, ക്രയോൺ കളർ, അങ്ങനത്തെ കൊണ്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കുറച്ചധികം പേരും വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് റെഡിയാക്കിയിരുന്നത്. തൊട്ടടുത്തുള്ള ഒരു കാറ്ററിംഗ് കാരെയാണ് ഏൽപ്പിച്ചത്, മീനാക്ഷി കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട്. നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ ആയവർക്ക്, നോൺ വെജ് കഴിക്കുന്നവർക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ, അങ്ങനെ അതിൻ്റെ കൂടെ. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ, പിന്നെ പായസം, അങ്ങനെയായിരുന്നു. സിമ്പിളായിട്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേരൊന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10-60 പേര് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരത് കഴിഞ്ഞ് സ്കൂളിലെയും ബാങ്കിലൊക്കെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് പിന്നെ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ മുകളിലെയും താഴെയൊക്കെ ഒരേപോലെ കിച്ചണും 2 ബെഡ്റൂം, ഒരു ഹാള്, അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം 2 ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്. ഒരു ബെഡ്റൂം വന്നിട്ട് കോമൺ ബാത്റൂം, ഒരു റൂമിൽ നിന്നും ഹാളിൽ നിന്നും യൂസ് ചെയ്യുന്ന മതി. അരുണന്മേ പുണർന്ന് റജബി ഖദീജത്തുങ്കൾ കനവാലേറി ബന്ദ് റഹ്മത്തൊളിവായിലെങ്കും അരുണന്മേ പുണർന്ന് അജബാരാടി വിണ്ണും മറുവും മേറിച്ചെന്തും അടരാടി തമസിൽ നെറുവിന്നൂറി ചിന്തും ശരഫാം തിരുകിറുഫാമികൾ പാകി വസന്തം തൂകി സുഗന്ധം, പാകി വസന്തം, തൂകി സുഗന്ധം. നമ്മൾ തന്നെയാണ് വീടിൻ്റെ ഡിസൈൻസ്, മീൻസ് എത്ര നീളം വേണം റൂമിന്, അങ്ങനെ വീതി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് പറഞ്ഞ്. ഹാളിൻ്റേത്, കിച്ചണിൻ്റേത്, പിന്നെ ടൈൽസ് എങ്ങനത്തെ വേണം എല്ലാം നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നതും. നമ്മളുടെ ഐഡിയയിൽ തന്നെയാണ്. നമ്മൾ വരച്ചിട്ട് ഇത്ര ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻജിനീയറെ സമീപിക്കുന്നത്. അങ്ങനെ ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ മാനേജറും എൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സും ഒക്കെയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്യുന്ന ടീച്ചറും അവരുടെ 2 കുട്ടികളുമാണ്. ഇത് എൻ്റെ പഴയ മാനേജറാണ്. ഈ മാനേജറാണ് എനിക്ക് ഹൗസിംഗ് ലോണൊക്കെ ശരിയാക്കി തന്നത്. മാനേജറും വൈഫും കുട്ടിയുമാണ്. ഇത് എൻ്റെ കൂടെ ഇരുന്ന അറ്റൻഡർ സാർ, അവരുടെ മകനുമാണ്. അങ്ങനെ വീഡിയോസ് എടുത്തില്ല. ഇത് എൻ്റെ ഉമ്മ, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്യുന്ന ടീച്ചർ കോണ്ടാക്ട്.